नए वीडियो में सबका स्वागत है। इस वीडियो में केरला सिलेबस +2 पहली कविता मातृभूमि इसके अनुवर्ती कार्य करने जा रहे हैं। इसमें मेरी खोज इसकी ओर पहला 2 शब्दों के मेल से बने हुए अनेक शब्द इस कविता में है, उन्हें चुनकर लिखें। एक से अधिक शब्दों से बने शब्दों को समस्त पद कहते हैं। एक हम संस्कृत के अनेक समस्त पदों का प्रयोग इस कविता में किया है। जैसे नीलांबर, इसका अर्थ होता है नीले रंग का अंबर। हरित पड़, हरित रंग का अंबर। प्रेम प्रवाह, प्रेम का प्रवाह। खग वृंद, खगों का वृंद। शेष फण, शेष का फण। हर्षयुक्त, हर्ष से युक्त। प्रत्युपकार, उपकार के बदले उपकार, प्रत्युपकार। सुरस सार, सुरस का सार। ये शब्द तत्पुरुष समास के उदाहरण होते हैं। 2 या 2 से अधिक शब्दों से बने शब्दों को समस्त पद कहते हैं। इसका विग्रह करने पर उसमें कोई कार्य होते तो उसे तत्पुरुष समास कहते हैं। सूर्य चंद्र, सूर्य और चंद्र। खेल कूद, खेल और कूद, ये दोनों द्वंद्व समास के उदाहरण है। अगला कार्य है कवि ने मातृभूमि का वर्णन किस प्रकार किया है। कवि മാതൃഭൂമിയെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? कवि ने मातृभूमि का वर्णन इस प्रकार किया है। मातृभूमि के हरित पड़ पर सुंदर नीलांबर का परिधान है। മാതൃഭൂമിയുടെ ഹരിത വസ്ത്രത്തിനുമേൽ നീലാകാശമാകുന്ന മേൽവസ്ത്രമുണ്ട്, സുന്ദരമായ മേൽവസ്ത്രം ഉണ്ട്। सूर्य और चंद्र मुकुट है और समुद्र कर्धनी है। സൂര്യനും ചന്ദ്രനും മാതൃഭൂമിയുടെ മുകുടങ്ങളാണ്, കിരീടങ്ങളാണ്। സമുദ്രം അതിൻ്റെ അരഞ്ഞാണമാണ്। നദിയോं प्रेम के प्रवाह तथा फूल और तारे आभूषण है। നദികൾ പ്രേമത്തിൻ്റെ പ്രവാഹങ്ങളും പുഷ്പങ്ങളും അസംഖ്യം നക്ഷത്രങ്ങളും ഭൂമിയുടെ ആവരണവുമാണ്। പക്ഷിഗण बंदी जन है और शेषनाग का फन सिंहासन है। പക്ഷിക്കൂട്ടം സ്തുതിപാഠകരാണ്, അതുപോലെ തന്നെ ശേഷനാഗത്തിൻ്റെ പണം ഭൂമിദേവിയുടെ സിംഹാസനമാണ്। ബാദൽ ഭൂമി കാ അഭിഷേക് കർത്തേ ഹേ, മേഘങ്ങൾ മഴ പെയ്തുകൊണ്ട് ഭൂമിയെ അഭിഷേകം ചെയ്യുന്നു। കവി ने मातृभूमि का वर्णन माता के रूप में किया है। കവി മാതൃഭൂമിയെ മാതാവായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്। കവി അതിൽ മമതാമയിയായ ഒരു മാതാവായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്। മാതൃഭൂമിക്ക് ഉന്നോനെ ഈശ്വർ की സഗുണ മൂർത്തി ബതായി ഹേ, മാതൃഭൂമിയെ അദ്ദേഹം ഈശ്വരൻ്റെ സഗുണ മൂർത്തി രൂപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്। जननी जन्मभूमि च स्वर्गादपि गरीयसी, अर्थात माता और मातृभूमि स्वर्ग से भी श्रेष्ठ है। അമ്മയെയും മാതൃഭൂമിയെയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് കവികൾ വർണ്ണിച്ചിരിക്കുന്നത്। മാതൃഭൂമിയെ മനോഹരമായ മമതാമയിയായ ഒരമ്മയായിട്ട് കവി വർണ്ണിച്ചിരിക്കുന്നു। കാര്യ മാതൃഭൂമി സെ കവി കാ ബച്പൻ കൈസെ ജുഡാ ഹേ, മാതൃഭൂമിയുമായി കവിയുടെ കുട്ടിക്കാലം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മാതൃഭൂമി की धूल में लोट लोट कर कवि बड़े हुए हैं। മാതൃഭൂമിയുടെ മണ്ണിൽ, പൊടിമണ്ണിൽ കിടന്നുരുണ്ടാണ് കവി വലുതായത്। उस धरती पर घुटनों के बल पर रेंग कर वे खड़े हो गए हैं, ഈ ഭൂമിയുടെ മണ്ണിൽ മുട്ടിൽ ഇഴഞ്ഞിട്ടാണ് കവി നിൽക്കാൻ പഠിച്ചത്। रामरूप निष्कलंक बाल्यकाल में मातृभूमि की गोदी में खेलकर परमानंद का अनुभव किया और धूल के हीरे कहलाए। ഈശ്വര സ്വരൂപമായ നിഷ്കളങ്കമായ ബാല്യകാലം മാതൃഭൂമിയുടെ മടിത്തട്ടിലാണ് കളിച്ചു ഉല്ലസിച്ച് പരമാനന്ദം അനുഭവിച്ചത്. അതേപോലെ
ധൂൾ കെ ഖീരെ കഹലായെ. ധൂൾ കെ ഖീരെ എന്ന് കൊച്ചുകുട്ടികളെ വിളിച്ചതും ഈ മാതൃഭൂമിയുടെ മണ്ണ് പൊടി പുരണ്ട കുട്ടികളെ ധൂൾ കെ ഹീരെ എന്നാണ് കുട്ടിക്കാലത്ത് വിളിച്ചത്. അതും മാതൃഭൂമിയുടെ മഹത്വം തന്നെയാണ്. ऐसी മാതാ തുല്യ മാതൃഭൂമി കെ പ്രതി പ്രേം ഹോന സ്വാഭാവിക. ഇതേപോലെ മാതൃതുല്യമായ എങ്ങനെയാണ് ഒരു കുട്ടി അമ്മയുടെ കളിത്തട്ടിലിരുന്ന് ചിരിച്ച് കളിച്ച് വളരുന്നത്, അതേപോലെ മാതൃഭൂമിയുടെ മടിത്തട്ടിൽ ചിരിച്ച് കളിച്ച് വളർന്ന നമുക്ക് ഓരോരുത്തർക്കും മാതൃഭൂമിയെ പ്രതി സ്നേഹം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. अगला अनुवर्ती कार्य है, तेरा प्रत्युपकार कभी क्या हमसे होगा, कभी इस प्रकार क्यों सोचता है. നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിയുമോ? എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ ചിന്തിക്കുന്നത്? ജിസ് പ്രകാർ മാँ अपना सर्वस्व देकर बच्चों का पालन पोषण करती है, उसी प्रकार मातृभूमि की गोदी में खेल कूद कर और उसकी धरती पर रेंग कर हम बड़े हुए हैं. എപ്രകാരമാണോ ഒരമ്മ തൻ്റെ സർവസ്വവും നൽകി കുട്ടികളെ പരിപാലിച്ച് വളർത്തുന്നത്, അതേപോലെ മാതൃഭൂമിയുടെ മടിത്തട്ടിലാണ് നമ്മൾ കളിച്ച് ഉല്ലസിച്ച് അതേ മണ്ണിൽ തന്നെയാണ് നമ്മൾ ഇഴഞ്ഞ് നിൽക്കാൻ പഠിച്ചത്. മാതാ കെ സമാൻ മാതൃഭൂമി കി സേവാ ഭി നിസ്വാർത്ഥ ഹേ. അമ്മ എപ്രകാരമാണ് നിസ്വാർത്ഥ സേവനം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, അതേപോലെ തന്നെ മാതൃഭൂമിയുടെ സേവനങ്ങളും നിസ്വാർത്ഥമാണ്. ഉസ്കെ ത്യാഗ് ക പ്രത്യുപകാർ കർണ അസംഭവ ഹേ. അതിൻ്റെ അമ്മയുടെ ത്യാഗത്തിന് പകരം കൊടുക്കാൻ, പ്രത്യുപകാരം ചെയ്യാൻ സാധ്യമല്ല. അതേപോലെ തന്നെ മാതൃഭൂമിക്ക് പ്രത്യുപകാരം ചെയ്യാനും നമുക്ക് കഴിയുകയില്ല. ഇസ്ലേ കവി ഏസാ സോച്തേ ഹേ. അതുകൊണ്ടാണ് കവി ഇങ്ങനെ ചിന്തിക്കുന്നത്. അഗലാ ഹേ, ധർത്തി ക പരിധാൻ ക്യാ ഹേ. ഭൂമിയുടെ ഉടുപ്പ് എന്ന് കവി എന്തിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? നീല രംഗ് ക ആകാശ് ധർത്തി ക പരിധാൻ ഹേ. നീല നിറമുള്ള ആകാശമാണ് ഭൂമിയുടെ മേലങ്കി അഥവാ മേൽവസ്ത്രമായിട്ട് കവി വർണ്ണിക്കുന്നത്. അഗലാ ഹേ, നദിയോം ഔർ ഭൂലോം ക വർണ്ണൻ കവിനെ കിസ് പ്രകാർ കിയാ ഹേ. നദികളെയും പൂക്കളെയും കവി എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? നദിയ മാതൃഭൂമി കെ പ്രതി പ്രേം കി ധാരായേം ഹേ. നദികൾ മാതൃഭൂമിക്ക് വേണ്ടി പ്രേമത്തിൻ്റെ ധാരയാണ് ഒഴുക്കുന്നത്. ഫൂൽ ഔർ ആകാശ് കെ അസംഖ്യ നക്ഷത്ര അലങ്കാർ ഹേ. പൂക്കളും ആകാശത്തിലെ അസംഖ്യം നക്ഷത്രങ്ങളും മാതൃഭൂമിയുടെ അലങ്കാരങ്ങളാണ്. മാതൃഭൂമിക്കയിലെ കവി ക്യാ കർണ ചാഹത്തെ ഹേ. മാതൃഭൂമിക്ക് വേണ്ടി കവി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അഥവാ ഓരോ വ്യക്തിയും മാതൃദേശത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? മാതൃഭൂമിക്കയിലെ കവി അപ്പന സർവസ്വ സമർപ്പിത് കർണ ചാഹത്തെ ഹേ. മാതൃഭൂമിക്ക് വേണ്ടി കവി തൻ്റെ സർവസ്വവും സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മാതൃഭൂമിയിൽ നിന്നാണ് നമ്മൾ ജനിച്ചു വളർന്നത്, മാതൃഭൂമിയിലാണ് നമ്മൾ കളിച്ചുല്ലസിച്ചത്, മാതൃഭൂമിയുടെ മണ്ണാലാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമുക്കുള്ളതെല്ലാം മാതൃഭൂമിയുടെ ദാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാതൃഭൂമിക്ക് വേണ്ടി നമ്മുടെ എല്ലാം സമർപ്പിക്കണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്. അഗല അനുവർത്തി कार्य है, द्विवेदी युगीन कविता की प्रवृत्तियों पर चर्चा करके कविता की आस्वादन टिप्पणी लिखें. ദ്വിവേദി യുഗത്തിലെ കവിതകളുടെ പ്രവണതകളെ ചർച്ച ചെയ്തുകൊണ്ട് കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ദ്വിവേദി യുഗ് കി കവിത കി സബ്സെ ബഡി വിശേഷത ഇതിവൃത്താത്മകത ഹേ. ദ്വിവേദി യുഗത്തിലെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇതിവൃത്താത്മകമാണ്. कथावस्तु को प्रमुखता देकर उस ज़माने के कवियों ने मुख्य रूप से खंडकाव्य और महाकाव्यों की रचना की है. കഥാവസ്തുവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആ കാലഘട്ടത്തിലെ കവികൾ മുഖ്യമായും ഖണ്ഡകാവ്യങ്ങളും മഹാകാവ്യങ്ങളും രചിച്ചിട്ടുള്ളത്. इस युग के सबसे महान कवि മൈഥിലി ശരൺ ഗുപ്തജി ഹേ. ആ ദ്വിവേദി യുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ കവിയാണ് ശ്രീ മൈഥിലി ശരൺ ഗുപ്തജി. മാതൃഭൂമി की महिमा का वर्णन करते हुए उन्होंने अनेक कविताएं लिखी है. മാതൃഭൂമിയുടെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം അനേകം കവിതകൾ എഴുതിയിട്ടുണ്ട്.
इसलिए उन्हें राष्ट्रകവി का पद प्राप्त हुआ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാഷ്ട്രകവി എന്ന പദവി ലഭിച്ചത്. മാതൃഭൂമി ഗുപ്തിജി കെ ദേശ പ്രേം സെ ഭരി എക് കവിത ഹെ. മാതൃഭൂമി ഗുപ്തിജിയുടെ ദേശസ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു കവിതയാണ്. ഇസ്മേ കവിനെ മാതൃഭൂമി കാ ഗുണഗാൻ കിയാ ഹെ. ഇതിൽ കവി മാതൃഭൂമിയുടെ ഗുണങ്ങളെ വർണ്ണിച്ചിരിക്കുകയാണ്. कवि के मत में इस मिट्टी के अन्न जल से बनी हमारी देह इस देश की ही संपत्ति है. കവിയുടെ അഭിപ്രായത്തിൽ ഈ മണ്ണിലെ അന്നവും ജലവും കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ ഈ ശരീരം ഈ ദേശത്തിൻ്റെ തന്നെ സമ്പത്താണ്. മാതൃഭൂമി കെ ഹരിത പടുപ്പർ നീലാംബർ കാ സുന്ദർ പരിധാൻ ഹേ. മാതൃഭൂമിയുടെ ഹത്തിനുമേൽ നീലാകാശമാകുന്ന മേൽവസ്ത്രമുണ്ട്. सूर्य और चंद्र मुकुट के समान और സമുദ്ര കർദ്ധനി ഹേ. സൂര്യനും ചന്ദ്രനും മാതൃഭൂമിയുടെ കിരീടം പോലെയും സമുദ്രം അരഞ്ഞാണം പോലെയുമാണ് കാണപ്പെടുന്നത്. നദിയാം പ്രേം കെ പ്രവാഹ് ഹേ. പൂൽ ഔർ ആകാശ് കെ അസംഖ്യ താരേ ആഭൂഷൺ ഹേ. നദികൾ പ്രേമത്തിൻ്റെ പ്രവാഹവും പൂക്കളും ആകാശത്തിലെ അസംഖ്യ നക്ഷത്രങ്ങളും ആഭരണങ്ങളുമാണ്. പക്ഷിഗണ ബന്ദീജൻ ഔർ ശേഷൻ ഭണ സിംഹാസൻ കെ രൂപമേ ഹേ. പക്ഷികളുടെ കൂട്ടം സ്തുതിപാഠകരും അനന്തൻ്റെ ഭണം സിംഹാസനവുമാണ്. ബാദൽ ഇസ്കാ അഭിഷേക് കർത്തേ ഹേ. മേഘങ്ങൾ ഇതിനെ മാതൃഭൂമിയെ തൻ്റെ മഴയാൽ അഭിഷേകം ചെയ്യുന്നു. ഹേ മാതൃഭൂമി തൂ സത്യ ഹി ഈശ്വർ കാ സാകാര രൂപ ഹേ. അല്ലയോ മാതൃഭൂമി, നീ സത്യമായും ഈശ്വരൻ്റെ സാകാര രൂപമാണ്. തേരെ ഈസ് വേഷ് പർ ഹം ബലിഹാരി ഹേ. നിൻ്റെ ഈ വേഷത്തിന് മുന്നിൽ ഞങ്ങൾ ആത്മസമർപ്പണം ചെയ്യുന്നു. ഇസ് മിട്ടി കി ധൂൾ മേം ലോട്ട് ലോട്ട് കർ ഹം ബെഡേ ഹുയേ ഹേ. ഈ മണ്ണിലെ പൊടിയിൽ കിടന്നുരുണ്ടാണ് ഞങ്ങൾ വളർന്നത്. യഹി സരക് സരക് കർ ഹം കുടനാം കെ ബൽ ഖടേ ഹുയേ ഹേ. ഇവിടെ ഇഴഞ്ഞിഴഞ്ഞ് ഞങ്ങൾ മുട്ടിൽ നിൽക്കുവാൻ പഠിച്ചു. രാമരൂപ ബാല്യകാൽ സെ ഇസ് മിട്ടിമേ ഹി സബ് സുഖുപായേ ഹേ. രാമസ്വരൂപമായ ഈശ്വരസ്വരൂപമായ ബാല്യകാലത്ത് ഈ ഭൂമിയിൽ തന്നെയാണ് എല്ലാ സുഖങ്ങളും നേടിയത്. ഇസ്കി ഗോദിമേം ഖേൽ കൂദ് കർ ഹം ബഡേ ഹുയേ. ഇതിൻ്റെ മടിയിൽ കളിച്ചാണ് ഞങ്ങൾ വളർന്നതും. ഹേ മാതൃഭൂമി തുമേ ദേഖ് കർ ഹം ഹർഷമഗ്ന ക്യോം ന ഹോ. അല്ലയോ മാതൃഭൂമി, നിന്നെ കണ്ട് ഞങ്ങളെങ്ങനെ ഹർഷപുളകിതരാകാതിരിക്കും. കവി കഹത്തെ ഹേ കി തുച്ഛസേ ഹി ഹംനെ സഭി സുഖോ കാ അനുഭവ് കിയ. കവി പറയുകയാണ്, നിന്നിൽ നിന്നുമാണ് ഞങ്ങൾ എല്ലാ സുഖങ്ങളും അനുഭവിച്ചത്. ക്യാ കവി ഇസ്കാ പ്രത്യുപകാർ ഹംസേ ഹോഗ. ഇതിന് പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? തുച്ഛസേ ബനി യഹ് ദേഹ് അന്തുമേ തുച്ഛമേ ഹി വിലീൻ ഹോനെ വാലി ഹേ. നിന്നിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട ഈ ദേഹം അവസാനം നിന്നിൽ തന്നെ വിലയം പ്രാപിക്കുന്നതാണ്. കവിനെ ഭാരത് വാസിയോം കെ ദേശപ്രേം കോ വാണി ദി ഹേ. കവി ഇവിടെ ഭാരതവാസികളുടെ ദേശസ്നേഹത്തിന് വാക്കുകൾ നൽകിയിരിക്കുകയാണ്. അതിനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. മാതൃഭൂമി കാ ഗുണവാൻ കർണേ വാലി एक कविता देश के लिए अपनी जान अर्पित करने का പരോഷ് ആഹ്വാൻ देती है. മാതൃഭൂമിക്ക് വേണ്ടി മാതൃഭൂമിയുടെ ഗുണങ്ങളെ വർണ്ണിക്കുന്ന ഈ കവിത ദേശത്തിനു വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കാൻ പരോക്ഷമായി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതാണ്. ഏക് നസർ ഒറ്റനോട്ടത്തിൽ. ഭാരതീയ പരമ്പര के अनुसार जननी और जन्मभूमि स्वर्ग से भी प्यारी है. ഭാരതീയ പാരമ്പര്യമനുസരിച്ച് മാതാവും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ പ്രിയപ്പെട്ടതാണ്. ദേശപ്രേം ഭാരതവാസി के लिए ഭാവനാഹീന ഹി സച്ചായി ഭി ഹേ. ദേശസ്നേഹം ഭാരതീയന് സങ്കല്പം മാത്രമല്ല സത്യവുമാണ്. കരോടോ ഭാരതവാസിയോം കെ ഇസ് ദേശപ്രേം കോ കവീനെ വാണി ദി ഹേ. കോടിക്കണക്കിന് ഭാരതീയരുടെ ഈ ദേശസ്നേഹമാണ് കവി ഇവിടെ അഭിവ്യക്തമാക്കിയിരിക്കുന്നത്, വർണ്ണിച്ചിരിക്കുന്നത്. ദേശ് കെ ഗൗരവ് ചിഹ്നോം കാ സങ്കേത് കർക്കെ
कवि ने बताया है कि इस मिट्टी के अन्न जल से बनी हुई देह देश की ही സമ്പത്തി ഹേ. രാജ്യത്തിൻ്റെ അഭിമാന ചിഹ്നങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് കവി പറയുകയാണ്, ഈ മണ്ണിലെ ജലത്തിലും അന്നത്തിലും നിന്ന് ഉണ്ടായ ഈ ദേഹം ഈ ദേശത്തിൻ്റെ തന്നെ സമ്പത്താണ്. ദേശ് കെ ലിയെ ഇസ്കാ സമർപ്പൺ ഹർ ഭാരതവാസി കെ ലിയെ ഗൗരവ് ഹേ. രാജ്യത്തിനു വേണ്ടി ഈ ദേഹം സമർപ്പിക്കുന്നത് ഓരോ ഭാരതീയനും അഭിമാനമാണ് എന്നാണ് ഈ കവിതയുടെ സാരം. കവിതയുടെ അനുവർത്തി കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.